അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾ പോകുന്നുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് നമുക്കറിയാം അതൊരു അൺസർട്ടൺ എന്ന് ടൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ വരാതിരിക്കാം എന്നുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് കാര്യം ഇതിനകത്ത് പറയാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ലോകം കണ്ടതിൽ വെച്ച് ഹീസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലേ. ആ പ്ലെയറിനെതിരെ ഇന്ത്യയിൽ പുള്ളി വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് സെക്കൻഡറി ആയിട്ട് എടുത്ത് വെക്കാം. വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ലോട്ടറി എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ കാണുന്ന ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇന്ത്യൻ ഫുട്ബോൾ ഗ്രോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഈ പറയുന്നത് പോലെ തന്നെ AFC ചാമ്പ്യൻസ് ലീഗ് 2, അതായത് ACL2 എന്ന് പറയുന്ന ഈ ലീഗിൻ്റെ ഗ്രൂപ്പ് ഡിയിൽ അൽ നാസർ എന്ന് പറയുന്ന ക്ലബിൻ്റെ കൂടെ തന്നെ ആരുണ്ട്? FC ഗോവ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും ഒരു ടീമുണ്ട് എന്നുള്ളതാണ്. സോ ടെക്നിക്കലി ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ കളി നടക്കുന്ന സമയത്ത് സന്ദേശ് ജിങ്ങിനെ പോലെ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന് ആർക്കെതിരെ കളിക്കാനായിട്ട് പറ്റും? ഈ ഫുട്ബോൾ ലെജൻഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കെതിരെ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ദാറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഒന്ന് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് എ ബിഗ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വരുമോ വരില്ലേ എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നൊരു പോസിറ്റീവ് കാര്യം ഇന്ത്യക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ കളിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? താഴെ കമൻറ്റ് ചെയ്യൂ.